ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗീവ് യു ടാങ്കറിൻ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ തേർഡ് എപ്പിസോഡാണ്. സോ കഴിഞ്ഞ എപ്പിസോഡിൽ പോകാൻ വേറൊരു ഇടമില്ലാത്തതുകൊണ്ട് ഗ്വൻസിക്കും മേസനും കൂടിയിട്ട് ബുസാനിലേക്ക് ഒളിച്ചോടി പോയതും അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടൽ ഓണേഴ്സ് അവരെ പറ്റിച്ച് അവരുടെ ക്യാഷും ജ്വല്ലറീസ് ഫുള്ള് അടിച്ചെടുത്തതും അങ്ങനെ അവരോട് റിവെഞ്ച് ചെയ്യുന്നതിനിടയിൽ ഇവരും ആ ഒരു ജ്വല്ലറി ഓണേഴ്സുമായിട്ട് ഫൈറ്റിലായതും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. സോ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഏസനും ഗ്വങ്ങും കൂടിയിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഹോട്ടലത്തെ ലേഡി ഇവർ മൈനേഴ്സ് ആണെന്നും ഒളിച്ചോടി വന്നതാണെന്നും തങ്ങളുടെ പൈസയൊക്കെ മോഷ്ടിച്ചു എന്നും പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പോലീസേഴ്സ് ആകട്ടെ ഇപ്പൊ അവരോട് ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ച് ആ ഒരു പോലീസുകാരൻ രണ്ടുപേരുടെയും തലക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അയാൾ ഏസനെ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഗ്വൻസിക്ക് അവന്റെ കൈ വെച്ച് അത് തടയുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മോഷ്ടിച്ചതൊന്നല്ലെന്നും അങ്ങനെ ഞങ്ങൾ ഇവിടെ പിടിച്ചു വെക്കാനായിട്ടുള്ള യാതൊരു അധികാരമില്ലെന്നും ഗ്വൻസിക്കിനെ അങ്ങനെ അടിക്കാനും നിങ്ങൾക്ക് പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ഏസനും അവിടെ നിന്ന് കരഞ്ഞ് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പോലീസ് ഓഫീസേഴ്സ് ഇൻഫോം ചെയ്തതിന്റെ പേരിൽ ഗ്വൻസിക്കിന്റെ അമ്മ അവിടേക്ക് വന്നിട്ട് ആദ്യം തന്നെ ഗ്വൻസിക്കിന്റെ അടുത്ത് അവളുടെ കയ്യിൽ നിന്ന് അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള ആ സ്വർണം കൊണ്ടുണ്ടായ തവള എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ആ ഒരു ഹോട്ടലിന്റെ ഓണർ ഇപ്പൊ അവള് ഇവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ജ്വല്ലറീസ് എല്ലാം കൊണ്ട് ഗ്വൻസിക്കും മേസനും ആദ്യം ഈ ജ്വല്ലറീസ് ഒക്കെ വിൽക്കാൻ പോയ അതേ കടയിൽ തന്നെ ചെന്ന് എന്റെ ഹസ്ബൻഡ് എനിക്ക് തന്ന ആനിവേഴ്സറി ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അത് വിൽക്കാൻ നോക്കുമ്പോൾ ഇത് അന്ന് വന്ന ആ രണ്ട് മൈനർ പിള്ളേരുടെ ആണെന്ന് ആ ഒരു കടയിലെ ലേഡിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനങ്ങളൊന്നും ഒരു ഷോപ്പിലത്തെ ചേച്ചി വാങ്ങിക്കാതെ നേരെ തന്നെ ഈ ഒരു ഹോട്ടൽ ഓണറിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവിടെ അവൾ എത്തുമ്പോഴാകട്ടെ ഇപ്പൊ ഗ്വൻസിക്കിന്റെ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവിടെ വന്നിരുന്ന് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് അത് എനിക്ക് അർഹതയുള്ള പൈസയാണെന്നും പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല തന്റെ ആ ഒരു ഗോൾഡ് അവൾക്ക് പകരമായിട്ടുള്ള പൈസ കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് വാശി പിടിച്ച് അവൾ അവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു ലേഡി ഓണറും ഗ്വൻസിക്കിന്റെ അമ്മയായിട്ട് ചെറിയൊരു വാക്ക് തർക്കത്തിൽ വരെ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് കുറെ പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ഹോട്ടൽ ഓണറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് നേരത്തെ അവള് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ജ്വല്ലറി കടയിലത്തെ ചേച്ചി പോലീസുകാരെ വിളിച്ചിട്ട് ഒരു ഹോട്ടൽ ഓണർ അത് ആ രണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെന്ന് ഒരു കടയിലെ ചേച്ചി പോലീസിന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ പോലീസ് അവളെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഗ്വൻസിക്കും ഏസനും കൂടിയിട്ട് ആ ഒരു ട്രീറ്റിലിരുന്നിട്ട് ആരോ കൊടുത്ത് എന്തോ ഒരു ഫുഡായിട്ട് കഴിക്കുന്നതും ഇതേ സമയത്ത് തന്നെ ഗ്വൻസിക്കിന്റെ അമ്മ ആ ഒരു ഹോട്ടലിൽ നിന്ന് തന്റെ മകന്റെയും ഏസന്റെയും എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അവിടെ നിന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഹീറോയിന്റെ പോലെ ഇറങ്ങി വരുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഗ്വൻസിക്കിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഏസിന്റെ അടുത്ത് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഗ്വൻസിക്കിന്റെ അമ്മയും ഏസന്റെ അമ്മയും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട പോലെ രണ്ടുപേരും ഹീനിയോസ് ആയിരുന്നതുകൊണ്ടും ഇവര് രണ്ടുപേരും സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവരായിരുന്നു. മാത്രമല്ല ഈ ഗ്വൻസിക്കിന്റെ അമ്മയും അവന്റെ അച്ഛനും ഇതുപോലെ തന്നെ ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സിലായിരുന്നു കല്യാണം കഴിച്ചതുകൊണ്ടും അവരുടെ ഫീലിംഗ്സ് ഒക്കെ ഗ്വൻസിക്കിന്റെ അമ്മ മനസ്സിലാക്കിയിരുന്നെങ്കിലും ഇവരുടെ ഗ്രാൻഡ് മദർ ആകട്ടെ ഇതൊന്നും തന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് അവന്റെ അമ്മ അവരെ രണ്ടുപേരെയും അവരുടെ നാട്ടിലേക്ക് ഒരു ജെജു ഐലൻഡിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒളിച്ചോടിപ്പോയി എന്നതിന്റെ ചീത്ത പേരില് ഈസനെ അവിടെ ഉണ്ടായിരുന്ന സ്കൂളുകാർ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. മാത്രമല്ല അവള് തിരിച്ച് അവളുടെ അങ്കിളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നീ എന്തിനാണ് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചതെന്നും പെൺകുട്ടി ഇങ്ങനെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് നിനക്ക് അറിയാതെയാണെന്നും ഇപ്പൊ തന്നെ നിന്നെ ഇപ്പൊ സ്കൂളിൽ നിന്ന് പുറത്താക്കി ഇതുപോലെ നേരത്തെ നിന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞ ആ ഒരു ഫാക്ടറിക്കാരും ഇനി നിന്നെ എടുക്കില്ലെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ഗ്വൻസിക്കിനാകട്ടെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറയുമ്പോൾ തന്നെ ഗ്വൻസിക്കിന്റെ അച്ഛൻ ഇപ്പൊ അവനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അവനോടും ഈ പറഞ്ഞ പോലെ നീ എന്തിനാണ് ആ ഒരു കുട്ടിയായിട്ട് അങ്ങനെ ഒളിച്ചോടിയതെന്നും നീ കാരണം നിന്റെ മുത്തശ്ശി വരെ വയ്യാണ്ടായി പോയെന്നും എന്റെ അച്ഛൻ പറയുന്നതിന്റെ ഇടയിൽ തനിക്ക് ഏസന് വലിയ ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിക്കുമെന്നും അവൻ പറയുമ്പോൾ മിഡിൽ സ്കൂളും പോലും കഴിയാത്ത അവളെ എങ്ങനെയാണ് ഞാൻ നിനക്ക് കെട്ടിച്ചേരാന്ന് എന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇതിയായിട്ട് ഒന്നും മനസ്സിലാവാതെ അവൻ നേരെ തന്നെ ഏസന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ഏസനെ ആകട്ടെ അവളുടെ അങ്കിള് പല രീതിയിൽ തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എങ്ങനെയാണ് ഈ ഒരു വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാമെന്നും വീട്ടിലുള്ളവർക്ക് തന്നെ നാണക്കേട് വരുത്തി വെച്ചിരിക്കുകയാണെന്നും ഇനി നിന്നെ കല്യാണം കഴിക്കാൻ പോലും ആരും വരില്ലെന്നും നല്ലൊരു ജോലി പോലും നിനക്ക് കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഫയർ ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടേക്ക് ഗ്വൻസിക്ക് വന്നിട്ട് അവന് സ്കൂളിൽ നിന്ന് ഒരു സസ്പെൻഷന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അപ്പൊ നിന്നെ എന്തുകൊണ്ടാണ് അവർ പുറത്താക്കിയതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു കഥ നടക്കുന്നത് 1960s ആയതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടി ഇങ്ങനെ ഒളിച്ചോടാണെങ്കിൽ ഒരു പുരുഷന് ഒരു കുഴപ്പമില്ലാതെ അയാളെ വീണ്ടും ഒരു ഹീറോ ആയിട്ട് ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും ഒരു വിമന്റെ കാര്യം പിന്നെ പോക്കാണെന്നും അവളെ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് സൊസൈറ്റി ഇനി കാണുള്ളൂ എന്നും ഇപ്പോ ഏസന്റെ മുത്തശ്ശി ഗ്വൻസിക്കിന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഗ്വൻസിക്കിന്റെ അമ്മാമ ചെറിയ രീതിയിൽ ഒരു ഷാമാൻ ആയതുകൊണ്ട് തന്നെ അവിടെ കുറെ റിച്വൽസ് ഒക്കെ ചെയ്തിട്ട് അവരുടെ ആ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് കുറെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി കുറെ റിച്വൽസ് ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഗ്വൻസിക്കിന്റെ അമ്മ ഏസനെ വന്നിട്ട് കണ്ടിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിന്റെ ഒരു അമ്മേനെ പോലെ തന്നെയാണെന്നും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ടുപേർക്കും ഓപ്പൺ ആയിട്ട് സംസാരിച്ച് സോൾവ് ആക്കാമെന്നും അവള് പറയുന്നുണ്ട്. മാത്രമല്ല നീ വിചാരിക്കുന്ന പോലെയല്ല ഞങ്ങളുടെ ഫാമിലി എന്നും ഗ്വൻസിക്കിന്റെ അമ്മാമ നിങ്ങൾ തമ്മിൽ ചേരാനായിട്ട് ഒരിക്കലും സമ്മതിക്കില്ലെന്നും ഇനി ഒരു പക്ഷെ നീ ആ ഒരു വീട്ടിലേക്ക് കയറി വന്നാൽ തന്നെ
ഒരിക്കലും അവിടെ ഹാപ്പി ആയിരിക്കില്ലെന്നും കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നും എൻ്റെ അമ്മ ഇപ്പോൾ ഏസിന്റെ അടുത്ത് പറയുന്നുണ്ട്. കാരണം നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഗ്വൻസിക്കിന്റെ അമ്മയും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് ആ ഒരു എക്കണോമിക്കലുള്ള ആ ഒരു ഡിഫറൻസ് ഇപ്പോഴും അവരുടെ ആ ഒരു ഫാമിലിയിൽ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു ഫാമിലിയിൽ ജീവിക്കുകയാണെങ്കിൽ ആൾക്കാർ തന്നെ വീണ്ടും ആഴ്ത്തി കാണുള്ളൂ എന്നൊക്കെ ആ ഒരു അമ്മ ഇപ്പൊ ഏസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഏസിൻ തിരിച്ച് വൻസിക്കിന്റെ അമ്മയുടെ അടുത്ത് എന്തോ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് സീൻ കട്ട് ചെയ്തിട്ട് വൻസിക്ക് ഇപ്പോൾ ഏസിന്റെ വീട്ടിൽ വന്നിട്ട് അവളുടെ അങ്കിളിന്റെ അടുത്ത് എനിക്ക് ഏസിനെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്നും കുറച്ച് നാൾ ഞങ്ങൾ സഫർ ചെയ്താലും ഒരിക്കലും ഞാൻ അവളെ പട്ടിണിക്കിടില്ലെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് തന്നെ ഈ ഗ്വൻസിക്കിന്റെ തൊട്ട് ബാക്കിലുള്ള ഒരു റൂമിൽ അടച്ചിട്ടിട്ടുണ്ടായിരുന്ന ഏസൻ വന്നിട്ട് നിന്നെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്നും ഞാൻ നിന്നേക്കാളും ഹാൻഡ്സമും റിച്ചും ആയിട്ടുള്ള ഒരാളെ മാത്രം കല്യാണം കഴിക്കുള്ളൂ എന്നും അങ്ങനെ പിന്നീട് സിയോളക്കൊക്കെ പോകുമെന്നൊക്കെ ഗ്വൻസിക്കിന്റെ മുഖത്ത് നോക്കി ഇപ്പോൾ ഏസൻ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഏസൻ ആരെയോ ബ്ലൈൻഡ് ഡേറ്റ് ആയിട്ട് കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അയാളായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ ഇത് രണ്ടാമത്തെ കല്യാണമാണെന്നും ആദ്യത്തെ കല്യാണത്തിൽ അവർക്ക് 2 കുട്ടികളുണ്ടെന്നും ഏസൻ അറിയുന്നുണ്ട്. മാത്രമല്ല അയാളുടെ സംസാരവും രീതിയൊക്കെ കാണുമ്പോൾ ഇതെല്ലാം കേട്ട ശേഷം അയാളുടെ ഒപ്പം ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് ഒരു രണ്ടാം വിവാഹക്കാരന്റെ വെറും ഒരു സർവന്റ് ആയിട്ട് ജീവിക്കേണ്ടി വരാനാണോ എന്റെ വിധിയെന്ന് ആലോചിച്ച് അവളിപ്പോ വളരെയധികം വിഷമിച്ച് കരയുന്നുണ്ട്. മാത്രമല്ല അയാൾ ഇവളുടെ പാസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേറൊരു ബോയിന്റെ ഒപ്പം ഒളിച്ചോടി വന്നതാണെന്ന് അറിഞ്ഞിട്ടും അവൾ കല്യാണം കഴിക്കാൻ സമ്മതിച്ച കാരണം ആകെപ്പാട് ലോക്ക്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് ഏസൻ. ഇതേ സമയം തന്നെ വൻസിക്കിന്റെ വീട്ടിലേക്ക് വൻസിക്കിന്റെ അമ്മയുടെയും അതുപോലെ ഏസിന്റെ അമ്മയുടെയും ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറെ ഹീനിയോസ് ഒക്കെ വന്നിട്ട് അവളുടെ അടുത്ത് നീയും ഏസിനെ പോലെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ, എന്നിട്ട് എന്താണ് നീ അവളുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാതെ അവളെ ആരുടെയോ കയ്യിൽ ബ്ലൈൻഡ് ഡേറ്റിന് അയച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇതും കേട്ടിട്ട് വൻസിക്ക് അങ്ങോട്ടേക്ക് വരുന്നതും ഏസന് ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് തന്റെ ഫാമിലി ആണെന്നും അവൻ അറിയുന്നത്. അങ്ങനെ നേരെ തന്നെ കുറെ മീനൊക്കെ എടുത്ത് അവൻ നേരെ ഏസിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെയുള്ളവരോട് നിങ്ങൾ ശരിക്കും ഏസിന്റെ ബ്ലഡ് റിലേറ്റീവ്സ് തന്നെയാണോ എന്നും എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു 30 വയസ്സ് ആയിട്ടുള്ള ഒരു അഡൾട്ടിനെ കൊണ്ട് ഏസിനെ പോലെ ഒരു കൊച്ചുകുട്ടീനെ വിവാഹം കഴിപ്പിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഒരു സെർവന്റിനെ പോലെ അവളെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട് അവളെ എനിക്ക് അത്ര ഇഷ്ടമാണെന്നും അവൾ അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നും ക്യൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഏസനും ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വന്ന അയാളും കൂടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ വൻസിക്ക് അവിടേക്ക് വന്നിട്ട് അവളെയും വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ അവളത് തടഞ്ഞിട്ട് ഞാൻ നിന്റെ ഒപ്പം എങ്ങോട്ടേക്ക് വരാനാണെന്നും ഒരുമിച്ച് പോകാനായിട്ട് നമുക്ക് ഏതെങ്കിലും സ്ഥലം ഉണ്ടോന്നും അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവളുടെ ബ്ലൈൻഡ് ഡേറ്റ് ആയിട്ട് വന്ന അയാൾ ഇതിൽ ഇടപെടാൻ നോക്കുമ്പോൾ അയാളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഗ്വൻസിക്ക് അവളെയും കൂട്ടിയിട്ട് ആ ഒരു യെല്ലോ ഫ്ലവേഴ്സിന്റെ ഫീൽഡിലേക്ക് ചെല്ലുന്നുണ്ട്. പിന്നെ അവിടെ എത്തിയതിനു ശേഷം ഗ്വൻസിക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗോൾഡ് റിങ് ഇപ്പൊ അവൾക്കെടുത്ത് കൊടുത്തിട്ട് നീ അങ്ങനെ ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ട് മുതിർന്ന ഒരാളെ കെട്ടണ്ടെന്നും എന്നെ കെട്ടി നമുക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെയെന്നും ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കാനാണ് ആരാണ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നും എന്തുകൊണ്ടാണ് എപ്പോഴും എനിക്ക് മാത്രം എല്ലാ നഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിന്റെ വിഷമവും പോവാനായിട്ട് ഒരു വീട് പോലും ഇല്ലാതെ നിൽക്കുന്ന അവൾക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും അവൾക്കെതിരെ ഇങ്ങനെ ഉണ്ടാവുന്നതെന്നും ഇതൊക്കെ ആയാലും നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കാര്യം നടക്കാൻ പോടില്ലെന്നും പറഞ്ഞിട്ട് ആ ഒരു റിങ് ഇപ്പോൾ അവൾ വലിച്ചെറിയുന്നുണ്ട്. മാത്രമല്ല ഗ്വൻസിക്ക് എപ്പോഴും അവളുടെ ലൈഫിൽ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് എപ്പോഴും കയറി വന്നതെന്നും ഇനി അവളുടെ പുറകെ നടന്ന് അവളെങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ അവളുടെ മുമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോവാനും പിന്നെ എങ്ങാനും ഞാൻ കല്യാണം കഴിച്ച് നിന്റെ ഒപ്പം ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും ആൾക്കാരെല്ലാവരും എന്നെ താഴ്ത്തിയാണ് കാണുള്ളൂ എന്നും പകരം ഞാൻ ബ്ലൈൻഡ് ഡേറ്റിന് വന്ന അയാളെ കിട്ടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്കൊരു നിലയെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വളരെ ഹാർഷായിട്ട് തന്നെ തന്റെ കൺമുമ്പിൽ നിന്ന് പോലും പോവാനായിട്ട് അവളിപ്പോൾ അവന്റെ അടുത്ത് ആവശ്യപ്പെടാണ്. ഈ ഒരു സമയത്ത് കുറെയൊക്കെ അവൻ റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കാതെ അവൾ വളരെ ഹാർഷായിട്ട് സംസാരിക്കുമ്പോൾ ഇതൊന്നും കേൾക്കാൻ പോലും വയ്യാതെ കരഞ്ഞു തളർന്ന് ഗ്വൻസിക്കും അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും 18 വയസ്സാകുന്ന ആ ഒരു സമയത്ത് പിന്നീട് ഒരിക്കലും ഇനി അവരെ കാണില്ലെന്ന് ഈസൻ ചിന്തിച്ചതായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം തന്നെ ഈസന്റെ ഇരുന്ന് ഗ്വൻസിക്ക് തലേ ദിവസം അവൾക്ക് കൊണ്ടുകൊടുത്ത ആ ഒരു റിങ് അവൾ എറിഞ്ഞ് ആ ഒരു സ്ഥലത്തിരുന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മളിപ്പോ പ്രസന്റിലേക്ക് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഏസിനെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇത്ര നേരം ഉണ്ടായ കാര്യങ്ങൾ ഒരു കഥ പോലെ ഇപ്പൊ അവളുടെ മുമ്പിലിരിക്കുന്ന 2 കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇത് കാണുമ്പോൾ അവള് ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിനെയാണ് കെട്ടിയതെന്ന് നമുക്ക് തോന്നും. ഇനി പിന്നീട് അവളുടെ ഒരു മകള് പിന്നീട് നിങ്ങൾ ഗ്വൻസിക്കിനെ കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ അന്ന് അവള് പറഞ്ഞ ആ ഒരു വാക്കുകളൊക്കെ കേട്ട് വളരെ വിഷമിച്ച് ഗ്വൻസിക്ക് അവിടെ നിന്ന് ഷിപ്പ് കയറിയിട്ട് അത്ലറ്റിക്സിൽ ചാമ്പ്യൻഷിപ്പ് എടുക്കാനായിട്ട് സിയോളിലേക്ക് പോയെന്നും പറഞ്ഞ് വീണ്ടും അവൾ ആ ഒരു സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഇപ്പൊ ഗ്വൻസിക്ക് ഒരു ഷിപ്പിലിരുന്ന് എന്റെ വീട്ടുകാരെ പോലും നോക്കാതെ അവസാനമായിട്ട് ഏസിനൊന്നും കാണാനായിട്ട് അവിടെ ചുറ്റും അവളെ തിരയുന്നുണ്ടെങ്കിലും ഏസിനെ മാത്രം അവൻ അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ അവൻ വളരെ വിഷമിച്ച് ഇരിക്കുന്നുണ്ട്.
ഇതേ സമയത്ത് തന്നെ വീണ്ടും നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ അന്ന് ഗ്വൻസിക്കിന്റെ അമ്മയും ഏസിനും കൂടി ഇരുന്ന് സംസാരിച്ച സമയത്ത് ഏസൻ ശരിക്കും അവന്റെ അമ്മയുടെ അടുത്ത് ഗ്വൻസിക്കിന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനാകട്ടെ നല്ലൊരു ചാമ്പ്യൻ ആണെന്നും അത്ലറ്റിക്സിൽ കഴിവുള്ളവനാന്നൊക്കെ അവന്റെ അമ്മ പറയുമ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ ഏസൻ അറിയുന്നത്. ഇത് കേട്ടിട്ട് ഏസൻ ആകട്ടെ അവൻ എപ്പോഴും എനിക്ക് ഒരു പോയറ്റ് ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തരുമെങ്കിലും സ്വന്തം കാര്യം സ്വന്തം അംബീഷൻസ് പോലും അവൻ എൻ്റെ അടുത്ത് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല എന്ന് അവള് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവന്റെ അമ്മയാകട്ടെ അവൻ ആക്ച്വലി അങ്ങനെയാണെന്നും നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ അവന്റെ ഇഷ്ടങ്ങളെല്ലാം മറച്ചു വെക്കുന്നതെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ശരിക്കും ഇപ്പോൾ അവള് അവന്റെ ലൈഫിൽ ഒരു ഒബ്സ്റ്റക്കിൾ ആണെന്നും അവൾ കൂടെയുള്ള കാരണമാണ് അവൻ എവിടെ എത്താതെ ഇങ്ങനെ നിൽക്കുന്നതെന്നും അവൾ അവനെ വിട്ടു പോവുകയാണെങ്കിൽ അവൻ അവന്റെ ആഗ്രഹങ്ങൾക്ക് പുറകിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ചു വരുമെന്നും അവന്റെ അമ്മ ഇപ്പോൾ വളരെ സങ്കടത്തിൽ തന്നെ അവളോട് പറയുന്നുണ്ട്. ഒരു പക്ഷെ അവളുടെ ഫീലിങ്സ് അവന്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഏതൊരു അമ്മയ്ക്കും വലുത് സ്വന്തം മകന്റെ ഭാവി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവന്റെ അമ്മ ഇപ്പോൾ അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ ആ ഒരു അമ്മയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്ന് രാത്രി തന്നെ ആ ഒരു ഫീൽഡിൽ വെച്ച് അവൻ തന്നെ റിങ് പോലും തട്ടിക്കളഞ്ഞ് അവള് അവനെ റിജക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഏസന് ഗ്വൻസിക്കിനെ ഇഷ്ടമല്ലാത്തോണ്ടായിരുന്നില്ല അവൾ അവനെ റിജക്ട് ചെയ്തത്. അതേ സമയത്ത് തന്നെ ആ ഒരു ഷിപ്പിൽ വെച്ചിട്ട് ഗ്വൻസിക്കിന്റെ ഒരു ഫ്രണ്ട് വന്ന് അവന്റെ അടുത്ത് അത്ലറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ അതിലൊന്നുമല്ല താല്പര്യമെന്നും അവൻ എങ്ങനെയെങ്കിലും ഏസന്റെ ഒപ്പം ജീവിച്ചാൽ മതിയെന്നും അവൻ പറയുന്നുണ്ട്. ഇതിലൂടെ തന്നെ ഗ്വൻസിക്കിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഏസൻ ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഏസൻ ആകട്ടെ ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിന്റെ ഒപ്പം അവളുടെ മാരേജിന് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒട്ടും തന്നെ താല്പര്യം ഇല്ലെങ്കിലും ഗ്വൻസിക്കിന്റെ അമ്മയുടെ ആ ഒരു വാക്ക് കേട്ടിട്ടാണ് അവള് ഇതെല്ലാം തന്നെ ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. അങ്ങനെ അവള് അയാളുമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ശരിക്കും ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ കാശിന് വേണ്ടിയിട്ടല്ലെന്നും എനിക്ക് കിടക്കാൻ പോലും ഒരിടയില്ലാത്തതുകൊണ്ടാണെന്നും അവള് തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല അവൾ ഗ്വൻസിക്കിനെ പറ്റി ആലോചിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ഒരിക്കലും ഇനി അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നും അവൾക്ക് അവനെ അത്ര ഇഷ്ടമാണെന്നും മനസ്സിലാക്കിയിട്ട് അവളിപ്പോൾ നേരെ തന്നെ ആ ഒരു ഷിപ്പ് പുറപ്പെടുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ഓൾറെഡി സമയമായതുകൊണ്ട് ആ ഒരു ഷിപ്പ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയൊരിക്കലും ഏസനെ കാണില്ലെന്ന് വിചാരിച്ച് വളരെ വിഷമത്തോടെ ഗ്വൻസിക്ക് ആ ഒരു കപ്പലിൽ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗ്വൻസിക് എന്നുള്ളൊരു വിളി അവൻ കേൾക്കുന്നത്. അങ്ങനെ അവൻ നേരം തന്നെ ഷിപ്പിന്റെ അറ്റത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ ദൂരെയായിട്ട് ഏസൻ വന്നിരുന്നിട്ട് അവന്റെ പേരും ഉറക്കെ വിളിച്ചിരുന്ന് കരയുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇത് കേട്ടതും വേഗം തന്നെ അവൻ ആ ഒരു കപ്പലിൽ നിന്ന് എടുത്ത് ചാടിയിട്ട് നേരെ ഏസിന്റെ അടുത്തേക്ക് സ്വിം ചെയ്ത് വരുന്നുണ്ട്. ഇതെല്ലാം മറുകരയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഗ്വൻസിക്കിന്റെ അമ്മയുടെ ഫ്രണ്ട്സിന് ഇതെല്ലാം കണ്ട് സന്തോഷമായെങ്കിലും അവന്റെ അമ്മാമ്മ ഇതെല്ലാം കണ്ട് ബോധം കെട്ട് വീഴുന്നുണ്ട്. അതേസമയം തന്നെ വളരെ കഷ്ടപ്പെട്ട് നീന്തി ഒടുവിൽ അവൻ ഏസിന്റെ അടുത്ത് എത്തിയിട്ട് ഏസിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അവരെല്ലാവരും തന്നെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവര് രണ്ടുപേരും അത്രയ്ക്കും ക്ലോസ് ആണെന്നും ഒരിക്കലും അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആർക്കും സാധിക്കില്ലെന്നും ഇപ്പൊ അവര് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഗ്വൻസിക്കിന്റെ സിസ്റ്ററിന്റെ നേരേക്ക് ക്യാമറ സൂം ചെയ്യുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കുമ്പോൾ നേരത്തെ ഏസിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് അവന്റെ സിസ്റ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിലൂടെ തന്നെ നേരത്തെ നമ്മൾ കണ്ട രണ്ട് പേരിൽ ഒരാള് ഗ്വൻസിക്കിന്റെ സിസ്റ്റർ ആണെന്നും മറ്റേത് ഗ്വൻസിക്കിന്റെ തന്നെ കുട്ടിയാണെന്നും ഏസിനും ഗ്വൻസിക്കും തമ്മിൽ മാരീഡ് ആയെന്നും നമുക്ക് ബോധ്യമാകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് വിവാഹം കഴിഞ്ഞിട്ട് 8 മാസത്തിന് ശേഷമാണ് ഉണ്ടായതെന്ന് ഇപ്പൊ ഗ്വൻസിക്കിന്റെ അനീതി അവന്റെ മോളെ നോക്കി പറയുമ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ അന്നത്തെ നൈറ്റ് ഒരു ബുസാനിലായിരുന്ന സമയത്ത് ആ ഒരു റൂമിൽ വെച്ചിട്ടാണെങ്കിലും ബോധമില്ലാതെ രണ്ടുപേരും ഇന്റിമേറ്റ് ആയെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ പ്രസന്റിലേക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഗ്വൻസിക്ക് വന്നിട്ട് സിസ്റ്ററിനെ തോണ്ടിയിട്ട് ഇതൊക്കെയാണോ കൊച്ചു കുട്ടികളോട് പറയാന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവിടെ ഇരിക്കുന്ന ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഗ്വൻസിക്കിന്റെയും ഏസിന്റെയും മാരേജിന്റെ ഫോട്ടോസും അവൾ പ്രഗ്നന്റ് ആയ ഫോട്ടോസും കുട്ടികൾ ഉണ്ടായപ്പോൾ എടുത്ത ഫോട്ടോസും അങ്ങനെ ഒരു ഹാപ്പി ഫാമിലിയുടെ പിക്ചർ തന്നെയാണ് അവിടെ ഫുള്ള് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഫ്ലാഷ് ബാക്കിൽ അവർക്ക് ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രണ്ടുപേരും ആ ഒരു കുട്ടീനെ വളർത്തുമ്പോൾ എന്താക്കണം എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നത് കാണിച്ചിട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ട്രൂ ലവ് ഓൾവേസ് വിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഏസനും ഗ്വൻസിക്കും ഇവിടെ ഒരുമിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് അറിയാനായിട്ട് ഇനി വരുന്ന എപ്പിസോഡ്സ് എല്ലാവരും കാണാം. സോ ഇതിന്റെ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.